വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത, മാനന്തവാടിയിൽ വ്യാജ അരിഷ്ടം കഴിച്ച ആദിവാസി യുവാവ് മരിച്ചു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. മാനന്തവാടി ചേരിയം കൊല്ലിയിലെ കല്ലുമുട്ടൻ കുന്ന് ഉന്നതിയിലെ പ്രസാദാണ് മരിച്ചത്. ലഹരി കലർന്ന അരിഷ്ടം വിറ്റിരുന്ന ചേരിയം കൊല്ലിയിലെ ശ്രീവിനായക ഫാർമസ്യൂട്ടിക്കൽസ് പോലീസ് ഇടപെട്ട് അടപ്പിച്ചു. കാളിദാസൻ ദേവദത്തം വിവരങ്ങളുമായി. കാളിദാസൻ, നേരത്തെ എന്തെങ്കിലും പരാതികൾ ഈ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ വന്നതായി അറിയാമോ? ഇതാദ്യമായാണോ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്, അല്ലെങ്കിൽ ഒരു പരാതിയായി വരുന്നത്? എന്താണ് സംഭവിച്ചത്? നമുക്ക് എന്തറിയാൻ കഴിയുന്നുണ്ട്? അനുജ, ഈ വാർത്തയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആ ഒരു പ്രദേശവാസികളിൽ പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പ്രദേശവാസികളിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അല്പം ഗുരുതരമാണ്. കാരണം മാനന്തവാടി ചേരിയം കൊല്ലിയിലുള്ള ഒരു കടയാണ് ശ്രീ വിനായക ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ളത്. അവർ വിറ്റുവരുന്ന ഒരു അരിഷ്ടമാണ്. അവർ അർജുനാരിഷ്ടം എന്നുള്ള പേരിലാണ് അവർ ഈ ഒരു ശ്രീ വിനായക ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പേരിൽ ഈ കുപ്പികളെല്ലാം വിൽക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ അവർ ധാത്രിയാരിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിൽക്കുന്നത്. സ്വതവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാത്രിയാരിഷ്ടം എന്നുള്ള ആ ഒരു അരിഷ്ടത്തിൽ ചെറിയ ശതമാനത്തിൽ, വളരെ ചെറിയ തോതിൽ മദ്യം കലർന്നിട്ടുള്ള അല്ലെങ്കിൽ മദ്യം അടങ്ങിയിട്ടുള്ള ഒരു ആയുർവേദ മരുന്നാണത്. പക്ഷേ അത് എത്രത്തോളം അളവിൽ വേണമെന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചിട്ട് വേണം ഏതൊരു ഫാർമസ്യൂട്ടിക്കൽസും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഈ ഒരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേരിയംകൊല്ലി കല്ലുമുട്ടൻ കുന്ന് ഉന്നതിയിലുള്ള പ്രസാദാണ് ഈ കരളിനെ ഗുരുതരമായി ബാധിച്ചതിനെ തുടർന്ന്, കരളിൻ്റെ നില ഗുരുതരമായി, ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പ്രസാദ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ നില വഷളായി മരണം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ 38 വയസ്സാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രസാദിലേക്ക് ഈ ഒരു മരുന്ന് എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം എത്തി എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. കാരണം ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ആ കടയിൽ നിന്ന്, ശ്രീവിനായക ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്ന് ഈ അരിഷ്ടം വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അർജുനാരിഷ്ടം എന്ന പേരിലാണ് ആ ശ്രീവിനായക ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നത്. എന്നാൽ ധാത്രിയാരിഷ്ടമാണ് എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ വിറ്റ് പോന്നിരുന്നത്. എന്നാൽ ഇതിനെ തുടർന്ന് ഏതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെയാണോ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞ അളവിനനുസരിച്ചാണോ ഈ പ്രസാദ് ഈ ഒരു മരുന്ന് കഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടോ, ഈ ഒരു അരിഷ്ടത്തിൽ എത്രത്തോളം മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു പരിശോധന അനിവാര്യമാണ്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിലൊരു മരണം ഉണ്ടായതിനെ തുടർന്ന് ശ്രീവിനായക ഫാർമസ്യൂട്ടിക്കൽസ് പോലീസ് ഇടപെട്ട് അടപ്പിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് വൈകാതെ തന്നെ കടക്കുമെന്നുള്ളതും കൂടിയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശരി, കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.